നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മാണം സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി പുനഃപരിശോധന നടത്തണമെന്ന് NK പ്രേമചന്ദ്രൻ എം പി. സംയുക്ത സമരസമിതി വേട്ടുതറയിൽ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തിയതായിരുന്നു MP. അടിപ്പാത നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും MP പറഞ്ഞു. നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട സംയുക്ത സമരസമിതി സമരം നടത്തിവരികയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുമുണ്ട്. സമരപന്തലിലെത്തിയ NK പ്രേമചന്ദ്രൻ MP സംയുക്ത സമരസമിതിയുടെ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഈ ജനകീയ പ്രക്ഷോഭത്തോട്, ജനകീയ ആവശ്യത്തോട് ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും 100% ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ സമരത്തിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആവശ്യം വീണ്ടും കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ ടെക്നിക്കലി ഫീസിബിൾ അല്ലെങ്കിൽ സാങ്കേതികമായി സാധ്യമാക്കാൻ കഴിയുന്നതല്ലെങ്കിൽ നമ്മൾ എന്ത് പരിശ്രമം നടത്തിയാലും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് സമരസമിതിയുടെ ഭാരവാഹികൾ ഈ ആഴ്ചയിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും. നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മാണം സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി പുനഃപരിശോധന നടത്തണമെന്ന് MP ആവശ്യപ്പെട്ടു. അടിപ്പാത നിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരും. റോഡിന് ഡിസൈൻ ചെയ്ത കൺസൾട്ടൻസിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് വേട്ടുതറയിൽ അടിപ്പാതയ്ക്ക് അനുമതി ലഭിക്കാത്തതിന് കാരണമെന്നും വിഷയം എല്ലാവരുമായി ചർച്ച ചെയ്ത് അനുകൂല നടപടി ഉണ്ടാക്കാൻ പരിശ്രമിക്കുമെന്നും MP പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ രൂപകൽപ്പന ചെയ്ത ഈ നിർമ്മാണ പ്രവർത്തനത്തിന് രൂപകൽപ്പന ചെയ്ത കൺസൾട്ടൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകാൻ ഇടയായത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അല്ലെങ്കിൽ 7 മീറ്റർ വീതിയിലുള്ള ചെറിയ അടിപ്പാതയോട് ചേർന്ന് 22.9 മീറ്റർ വീതിയുള്ള മറ്റൊരു അടിപ്പാത കൂടി നിർമ്മിക്കേണ്ട ആവശ്യകതയുണ്ട്. സംയുക്ത സമരസമിതി ഏതാനും ദിവസങ്ങളായി ദേശീയപാതയോർത്ത് സമരം നടത്തി വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയുമായി എത്തുന്നുമുണ്ട്. തെക്കുംഭാഗം തേവലക്കര, നീണ്ടകര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും ജനങ്ങളും MLAയും MPയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, സമരസമിതി കൺവീനർ ബാജി സേനാധിപൻ എന്നിവർ സമരം വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.